കൂടെ ദൈവസന്നിധിയിലേക്ക് നമ്മെ ഇന്ന് രാവിലെയും കൂട്ടിക്കൊണ്ടുവന്നത് അവിടുന്ന് നമുക്ക് വേണ്ടി യാഗമായതുകൊണ്ടാണ്. ആ ക്രൂശിനെ സ്മരിച്ചുകൊണ്ട് വേണം ഓരോ നിമിഷവും ദൈവസന്നിധിയിൽ നാം ആയിരിക്കാൻ. പഴയൊരു ഗാനം ഇപ്രകാരമാണ്, അതിൻ്റെ കോറസ് പാടുന്നത്: ആകർഷിക്ക എന്നെ പ്രിയ രക്ഷക നീ മരിച്ച ക്രൂശിങ്കൽ, ആകർഷിക്ക എന്നെ പ്രിയ രക്ഷക നിൻ മുറിഞ്ഞ മാർവിങ്കൽ. ആകർഷിക്ക എന്നെ പ്രിയ രക്ഷക നീ മരിച്ച ക്രൂശിങ്കൽ, ആകർഷിക്ക എന്നെ പ്രിയ രക്ഷക നിൻ മുറിഞ്ഞ മാർവിങ്കൽ, നിൻ സ്വരൂപത്തോടനുരൂപമായി വരുവാൻ നാളിൽ നാളിൽ ചോരികാത്മാവിൻ വരങ്ങൾ എന്നും നിറവായി നീ എന്നുള്ളിൽ, ആകർഷിക്ക എന്നെ പ്രിയ രക്ഷക നീ മരിച്ച ക്രൂശിങ്കൽ, ആകർഷിക്ക എന്നെ പ്രിയ രക്ഷക നിൻ മുറിഞ്ഞ മാർവിങ്കൽ, എന്നെ രക്ഷിപ്പാൻ ഉന്നതം വിട്ടു മണ്ണിൽ വന്ന കർത്താവേ, നിന്നെ സ്വർഗത്തിൽ നിന്നിഹേ കൊണ്ടു വന്നതു നിൻ സ്നേഹമേ, ആകർഷിക്ക എന്നെ പ്രിയ രക്ഷക നീ മരിച്ച ക്രൂശിങ്കൽ, ആകർഷിക്ക എന്നെ പ്രിയ രക്ഷക നിൻ മുറിഞ്ഞ മാർവിങ്കൽ. ഹല്ലേലൂയ. അവിടുന്ന് നമുക്ക് വേണ്ടി യാഗമായതിനെ നമുക്കൊന്ന് ഓർക്കാം. അവിടുത്തെ ദേഹമെന്ന തിരശീല നമുക്ക് വേണ്ടി ചീന്തിയതെന്ന് ഓർക്കാം. മക്കളെന്ന പദവിയോടെ കൃപാസനത്തിലേക്ക് ധൈര്യത്തോടെ കടന്നു വരുവാൻ ഇന്ന് രാവിലെ നൽകി തന്ന ഭാഗ്യത്തെ ഓർത്ത് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു. ഈ ലോകത്തിന്റെ അധിപതിയെ അനുസരിച്ച് നടക്കുന്നവരായിരുന്നു. കോപത്തിന്റെ മക്കളായിരുന്നു, അനുസരണക്കേടിന്റെ മക്കളായിരുന്നു. എങ്കിലും തന്റെ മക്കളാക്കി തീർക്കുവാൻ തന്റെ പുത്രനെ നമുക്ക് വേണ്ടി യാഗമാക്കി തന്നു. ആ സ്നേഹത്തെ നമുക്ക് ഓർക്കാൻ പ്രിയമുള്ളവർ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. ഓരോ നിമിഷവും അങ്ങ് ഞങ്ങൾക്ക് ചെയ്തതോർത്ത്, അങ്ങയുടെ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി ആക്കി തീർത്തതോർത്ത് ഞങ്ങളങ്ങേ സ്തുതിച്ചുകൊണ്ട് തിരുസന്നിധിയിലായിരിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. നിങ്ങളുടെ സ്നേഹം ഒരിക്കലും മറക്കുവാനിടയാകരുതേ. ഞങ്ങളുടെ ക്രൂശിന്റെ ദർശനം ഞങ്ങൾക്ക് നൽകി തരണമേ. ഹല്ലേലൂയ. ആ പുതുവഴി ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തന്നതിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഏകാഗ്രതയോടും ഭയഭക്തിയോടുമായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ ദാസനിലൂടെ ഞങ്ങൾ ഹൃദ്യമായി ഇടപെടുമാറാകണം. ഞങ്ങളുടെ അകക്കണ്ണ് തുറന്ന് അങ്ങേ കാണുവാൻ എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് അവരുടെ കണ്ണ് തുറന്നപ്പോൾ അവൻ ആരാണെന്ന് വെളിപ്പെടുത്തിയതുപോലെ ഇന്ന് രാവിലെ അങ്ങേക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള വർധനവ് ഞങ്ങളിൽ ഉണ്ടാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിവിധ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു. അവർ കൊടുത്തിരിക്കുന്ന ആശ്വാസത്തിനായി, സൗഖ്യത്തിനായി, വിടുതലിനായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യത്തിനായി നന്ദി പറയുന്ന കർത്താവേ. സ്വാതന്ത്ര്യമില്ലാതെ വിടുതലിൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവരെ സഹായിക്കണമേ. കർത്താവിന്റെ കൃപയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആദിയോടന്തം അങ്ങയുടെ ആത്മാവ് തന്നെ നിയന്ത്രിച്ച് നടത്തണമേ.
ഞങ്ങളുടെ പുത്രനെ ഞങ്ങളുടെ മഹത്വപ്പെടുത്തണം. പ്രാർത്ഥന കേട്ടുണ്ട്. സ്തോത്രം. യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ എന്ന് സ്തുതിച്ചാട്ട് അവിടുത്തെ സന്നിധിയിലേക്ക് ധൈര്യത്തോടെ കടന്നു വരുവാൻ അവിടെ നിന്ന് രാവിലെ നമ്മെ സഹായിച്ചതോർത്ത് കർത്താവിനെ ഒന്ന് നന്ദി പറയാം. ഹല്ലേലൂയ. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും വന്ദനത്തെ അറിയിക്കുന്നു. കർത്താവിന്റെ ദാസന്മാർക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനത്തെ അറിയിക്കുന്നു. സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വന്ദനത്തെ അറിയിക്കുന്നു. നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നൊരു സങ്കീർത്തന ഭാഗം വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയ ശേഷം പാട്ടുകൾ പാടി കർത്താവിനെ സ്തുതിക്കാം. 84-ാം സങ്കീർത്തനം, സാം നമ്പർ 84. വാക്യപ്രതി വാക്യമായി വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. അവസാനത്തെ വാക്യം ചേർന്ന് വായിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. വായിക്കുന്നു. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! കുരികിലൊരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികൾ ഉണ്ട്. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. ഞങ്ങളുടെ പരിചയമായ ദൈവമേ, നോക്കണമേ. നിന്റെ അഭിഷിക്തന്റെ മുഖത്തെ കടാക്ഷിക്കണമേ. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വം നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവന് ഒരു നന്മയും മുടക്കുകയില്ല. അവസാനത്തെ വാക്യം ചേർന്ന് വായിക്കാം. സൈന്യങ്ങളുടെ യഹോവേ, നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നാം കടന്നു വന്നിരിക്കുന്നത് അവിടുത്തെ സന്നിധിയിലാണ്. പഴയ നിയമഭക്തനായ ഭക്തന്മാർ ദൂരത്ത് നിന്ന്, പ്രാകാരത്തിൽ നിന്ന് ദൈവത്തെ അവരുടെ ഉള്ളു തുറന്ന് മഹത്വപ്പെടുത്തുമ്പോൾ, അവരും പൂർണ്ണ ഹൃദയത്തോടെ മഹത്വപ്പെടുത്തുമ്പോൾ, ഒരിക്കൽ പോലും വിശുദ്ധ സ്ഥലത്ത് ചെല്ലാമെന്നോ ഒന്നും അവർക്ക് സ്വപ്നം പോലും കാണുവാൻ കഴിയില്ല. അത്രയ്ക്ക് പരിശുദ്ധനായ ദൈവം. എന്നാൽ അവരൊന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നിന്റെ ആലയത്തിലൊന്ന് വസിച്ചാൽ കൊള്ളാം. കാരണം അവർക്ക് നിത്യം സ്തുതിക്കാൻ കഴിയുമല്ലോ. എന്നാൽ നമ്മൾക്ക്, എന്നിട്ട് അവർ പറയുന്നത് പ്രാകാരങ്ങളിൽ ഒരു ദിവസം കഴിക്കാൻ കഴിയും. അതൊരു ഭാഗ്യ. അത് വേറെ 1000 ദിവസത്തെക്കാൾ ഉത്തമമാണ്. നമ്മൾ പ്രാകാരങ്ങളിലല്ല, സങ്കീർത്തനക്കാരൻ ആഗ്രഹിക്കുന്നത് പോലെ വാതിലിന്റെ കാവൽക്കാരുമല്ല. നമ്മൾ കൃപാസനത്തിലാണ്. അതിനുവേണ്ടി തന്റെ ദേഹം എന്ന തിരശീല നമുക്ക് വേണ്ടി തുറന്നു, ആ പുതുവഴി നമുക്ക് വേണ്ടി ഒരുക്കി തന്ന കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ അത് ഓർത്തുകൊണ്ട് നമുക്ക് കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്യാം. നമ്മൾ ആദ്യം പാടാൻ പോകുന്ന പാട്ട് അതാണ്. സ്തോത്രം യേശുവേ, സ്തോത്രം യേശുവേ, നിന്നെ മാത്രം നന്ദിയോടെ എന്നും ഞാൻ ഓർക്കും. കാരണം ദാസനായ എൻ്റെ നാശം അകറ്റി അതിനുവേണ്ടി നരവേഷമെടുത്ത് അങ്ങ് എനിക്ക് വേണ്ടി വന്നല്ലോ. പാപത്തിന്റെ ശിക്ഷയാം ശാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും എന്നെ വിടുവിച്ചല്ലോ. അങ്ങനെയാണ് ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. ഗാനങ്ങൾ പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. സ്തോത്രമേശുവേ, സ്തോത്രമേശുവേ, നിന്നെ മാത്രം നന്ദിയോടെ വാഴ്ത്തിപ്പാടും ഞാൻ. നിന്നെ മാത്രം നന്ദിയോടെ വാഴ്ത്തിപ്പാടും ഞാൻ.
ധ്യാനത്തോടെ ഇത് പാടാം. ഹല്ലേലൂയ. ജീവനാഥനേ ദൈവകോപത്തിൽ വെന്തരിഞ്ഞ ജീവനാഥനേ ശത്രുവാം എന്നെ ദാനമായി നൽകിയതിനായി സ്തോത്രം. നിന്നെ മാത്രം ഹല്ലേലൂയ. കാരണം അങ്ങ് മാത്രം സ്തുതിക്ക് യോഗ്യൻ, സ്തോത്രത്തിനും പുകഴ്ചയ്ക്കും മഹത്വത്തിനും മാനത്തിനും അങ്ങ് മാത്രം യോഗ്യൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. We praise you Lord. We thank you Lord. ഹല്ലേലൂയ. ശത്രുവാമെന്നെ നിന്റെ പുത്രനാക്കുവാൻ
എന്നിൽ ചേർന്ന് നിന്റെ കൃപയ്ക്ക് അനന്ത സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ ക്രൂശ് മരണത്തിലൂടെ പാപവും അതിന്റെ ഫലമായ ശാപവും സകല ശിക്ഷയും കർത്താവ് തീർത്തു. ഇനി ഒന്നും ബാക്കിയില്ല. അവിടുന്ന് പ്രഖ്യാപിച്ചു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. രാവിലെ ദൈവസന്നിധിയിൽ ആ സ്വാതന്ത്ര്യത്തോടെ നാം കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ മേൽ പിശാചിന് യാതൊരു അധികാരവുമില്ല. അവന്റെ എല്ലാ അധികാരത്തെ ക്രൂസിൽ അവൻ തകർത്തു കളഞ്ഞു. അവന്റെ തലയെ തകർച്ച് we are free in Christ. നാം ക്രിസ്തുവിൽ സ്വതന്ത്രരാണ്. ആ സ്വാതന്ത്ര്യത്തോടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. നമുക്ക് പറയാം, പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ച് ഹേ നരനായി ദൈവകോപത്തിൽ വെന്തരിഞ്ഞവനാം എന്റെ രക്ഷകൻ ജീവിക്കുന്നു. ഹല്ലേലൂയ. പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ച് ഹേ നരനായി. പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ച് ഹേ നരനായി ദൈവകോപത്തിൽ വെന്തരിഞ്ഞവനാം രക്ഷകൻ ജീവിക്കുന്നു. ദൈവകോപത്തിൽ വെന്തരിഞ്ഞവനാം രക്ഷകൻ ജീവിക്കുന്നു. ഓ ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ആമേൻ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളെ സുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളെ സുനാഥൻ ഹല്ലേലൂയ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. ഓ ഉലകമകാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. ആമേൻ. ഉലകമകാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മളുന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മളുന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. ഓ ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം. ഹല്ലേലൂയ. സന്തോഷത്തോടെ ആ സ്വാതന്ത്ര്യത്തിൽ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. കാരണം നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ. 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 നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. ഓ കലുഷതയകറ്റി കണ്ണുനീർ തുടപ്പിൻ ഉത്സുകരായിരിപ്പിൻ. ഓ കലുഷതയകറ്റി കണ്ണുനീർ തുടപ്പിൻ ഉത്സുകരായിരിപ്പിൻ. നമ്മളാത്മനാഥൻ ജീവിക്കവേ ഇനി അലസത ശരിയാവോ. നമ്മളാത്മനാഥൻ ജീവിക്കവേ ഇനി അലസത ശരിയാവോ. ഓ ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളെ ഹല്ലേലൂയ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളെ ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ജയഗീതം പാടിടുവിൻ. ഓ വാതിലുകളെ നിങ്ങൾ തല
വരും വിധ ജയരാജൻ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരും വിധ ജയരാജൻ. നിങ്ങൾ ഉയർന്നിരിപ്പിൻ കതകുകളെ ശ്രീ യേശുവെ സ്വീകരിപ്പാൻ. നിങ്ങൾ ഉയർന്നിരിപ്പിൻ കതകുകളെ ശ്രീ യേശുവെ സ്വീകരിപ്പാൻ. ഓ ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഓ ഗീതം ഹല്ലേലൂയ 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 പാടുവിൻ സോദരരേ. നമ്മൾ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മൾ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മൾ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. ഹല്ലേലൂയ. യേശുനാഥൻ ജീവിക്കുന്നതിനാൽ നമുക്ക് ജയഗീതം പാടാം, നമുക്ക് സ്തോത്രം അർപ്പിക്കാം, നമുക്ക് സന്തോഷത്തോടെ ദൈവസന്നിധിയിലായിരിക്കാൻ അവിടുന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അതുകൊണ്ട് അലസത മാറ്റാം, കണ്ണുനീര് തുടയ്ക്കാം, ഉത്സുകരായിരിക്കാം, കാരണം നമ്മുടെ ആത്മനാഥൻ ജീവിക്കുന്നു. Praise the Lord. Hallelujah. ആ ധൈര്യത്തോടും പ്രത്യാശയോടും സമാധാനത്തോടും ദൈവസന്നിധിയിൽ നമുക്ക് ആയിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. കാരണം നമ്മുടെ ആത്മനാഥൻ ജീവിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, ഒരു പ്രാവശ്യം കൂടെ തിരുസന്നിധിയിൽ കടന്നു വന്ന് ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനും ഞങ്ങളുടെ രക്ഷിതാവും എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായ അങ്ങയെ സ്തുതിപ്പാൻ, ആരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ കർത്താവേ ഒരു അവസരം കൂടെ തന്നനായി നന്ദി കർത്താവേ. മരണത്തിനും പാതാളത്തിനും അങ്ങയെ അടക്കി വെക്കുവാൻ കഴിഞ്ഞില്ലല്ലോ കർത്താവേ. മരണത്തെയും പാതാളത്തെയും ജയിച്ചവനെ, ക്രൂശിൽ ജയഘോഷം കൊണ്ടാടിയവനെ, ജീവിക്കുന്നവനെ ആരാധന പുകഴ്ച അങ്ങേക്ക് അർപ്പിക്കും. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ, ഓ അങ്ങേ അമ്മേ, മരിച്ചവരിൽ ആദ്യജാതനായി ഉയർത്തു കർത്താവേ. പിതാവിന്റെ വലത്തുഭാഗത്ത് ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്ന പരിശുദ്ധനായ ദൈവമേ, ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു. ബഹുമാനം ആരാധന എല്ലാ സ്തുതി സ്തോത്രങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നപ്പാ. അങ്ങേക്ക് സ്തുതിഗീതങ്ങൾ പാടുവാൻ, അങ്ങേക്ക് സ്തോത്രം അർപ്പിക്കാൻ ഒരു അവസരം കൂടെ തന്നനായി നന്ദി കർത്താവേ. സ്തുതി സ്തോത്രയാകുന്ന ആരാധന മഹത്വം എല്ലാം അങ്ങേക്ക് അർപ്പിക്കുന്നപ്പാ. തുടർന്ന് നിങ്ങളെ അനുഗ്രഹിച്ചല്ലോ. തുടർന്ന് അങ്ങയുടെ സ്ഥാനത്തിന് മറവിൽ ഞങ്ങളെ മറച്ചാട്ടെ. ഞങ്ങളുടെ ശബ്ദം ഇന്ന് ഹൃദ്യമായ ഞങ്ങളുടെ ദാസനോട് കേൾപ്പിച്ചാട്ടെപ്പാ. എല്ലാ ശുശ്രൂഷകളും തിരുനാമ മഹത്വം എടുത്താട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സൂമിലും ആലയത്തിലുമായിരിക്കുന്ന എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധനനാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ പാദപീഠം നമുക്ക് ഒന്നിച്ചായിരിക്കാൻ ദൈവം ഒരുക്കിയ സന്ദർഭങ്ങൾക്കായി കർത്താവിൻ്റെ മഹത്വം കരുതുന്നു. നമ്മുടെ ആത്മനാഥൻ ജീവിച്ചിരിക്കുന്നു. സന്തോഷത്തോടെ, ഉല്ലാസത്തോടെ, ആനന്ദത്തോടെ ആ ദൈവത്തെ സ്തുതിക്കുവാൻ ഒരു ആഴ്ച കൂടെ കർത്താവ് നമുക്ക് സാവകാശം വരും. അവൻ നല്ലവനല്ലോ, അവൻ്റെ നീക്കുമുള്ളത്. യഹോവ ഭക്തന്മാർ അങ്ങനെ പറയട്ടെ. ഈ രാവിലെ സന്തോഷമുള്ള അവസരങ്ങളാൽ ദൈവത്തെ സ്തുതിക്കുവാൻ ദിവസാവകാശം വരും. So before I go further, I invite our children to come forward.
28, verse 6. He is not here, for he is risen. Come and see the, as he said, come and see the place where he lay. Matthew 28:6. For he is not here, for he has risen. As he said, come see the place where the Lord has lay. Matthew 28:6. For he is not here, for he is risen, as he said. Come see the place where the Lord lay. Matthew 28:6. Matthew 28, verse 6. He is not here, for he has risen, as he said. Come see the place where he lay. James 1, verse 16 and 17. Don't be deceived, my dear brothers and sisters, for the good and perfect gifts of coming from above, coming down to the Father of the heavenly lights, who does not change like shifting shadows. James 1, verse 16 and 17. Do not be deceived, my dear brothers and sisters. Every good and perfect gift is from above, coming down from the Father of the heavenly lights, who does not change like shifting shadows. Now faith is the substance of things hoped for, the evidence of things not seen. By it the elders obtained a good testimony. By faith we understand that the worlds were framed by the word of God, so that the things which were made seen were not made of the things which are visible. Hebrews 11:1-3. He is able to save forever those who draw near to God through him, since he lives to make intercession for them. Hebrews 8, verse 25. നമ്മൾ കണ്ണടക്കായി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഒന്നിച്ച് പ്രാർത്ഥിക്കാം, സഭയായിട്ട് പ്രാർത്ഥിക്കാം. അവർ വളരുന്ന സാഹചര്യം അവർക്ക് അനുകൂലമല്ല. വക്രതയും കോട്ടവുമുള്ള തലമുറയിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്ന സ്നേഹവന്ദനം അറിയിക്കുന്നു. വളരെ സുപരിചിതമായ ഒരു വേദഭാഗം. ഇത് പലപ്പോഴും നമ്മൾ എല്ലാ ദേവദാസന്മാരും പ്രസംഗിക്കുകയും ഞാനും പ്രസംഗിച്ചുള്ള വിഷയമാണ്. സുപരിചിതമായൊരു വേദഭാഗമാണ്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിഷയം ധ്യാനിച്ചപ്പോൾ ദൈവാത്മാവ് എന്നോട് സംസാരിച്ച ചില കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം, ജോൺ ചാപ്റ്റർ 2, വേഴ്സ് 11. This is the beginning of signs Jesus did in Cana of Galilee and manifested his glory, and his disciples believed in him. Praise the Lord. Jesus manifested his glory. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. കർത്താവേ, നല്ല വചനത്തിനായി സ്തോത്രം. അടിയങ്ങളുടെ ഹൃദ്യമായി ഇടപെടുമല്ലോ. അടിയനോടും അടിയൻ്റെ പ്രിയപ്പെട്ടവരോട് സംസാരിക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. ഞാൻ പറഞ്ഞല്ലോ, ഇത് കാനാവിലെ കല്യാണത്തിൻ്റെ മെസ്സേജ് ഒരു പുതിയ മെസ്സേജ് അല്ല എന്ന് വിചാരിച്ച് അലസരായിരിക്കരുത്. നമ്മുടെ ആത്മനാഥൻ ജീവിക്കവേ ഇനി അലസത ശരിയാമോ? വളരെ ഫെമിലറായിട്ടുള്ള വേദഭാഗത്തിൽ കഴിഞ്ഞ ദിവസം ധ്യാനിച്ചപ്പോൾ ചില പുതിയ ചിന്തകൾ ദൈവാത്മാവിൻ്റെ മനസ്സിൽ തന്നു. അതൊന്ന് ഷെയർ ചെയ്തു. എനിക്ക് എന്നോട് സംസാരിച്ചതായതുകൊണ്ട് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു. ഒരു ദൈവഭൃത്യൻ തിരുവചനം ധ്യാനിക്കുമ്പോൾ ആദ്യം ആ വചനം ധ്യാനിക്കുന്ന വ്യക്തിയോട് സംസാരിക്കുന്നത്. അതാണ് ദൈവസഭയ്ക്കത് കൊടുക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഈ 2-ന്റെ-1 ആരംഭിക്കുന്നത് 3-ാം നാൾ ഗലീലയിലെ കാന. ഒത്തിരി മതി, ഓക്കെ, താങ്ക് യു. ഒത്തിരി അഭിപ്രായങ്ങളും ഡോക്ടറൽ വിഷയങ്ങളൊക്കെ പറയാറുണ്ട് ഈ വേദഭാഗം വായിച്ച്. 2-ാം നാൾ കഴിഞ്ഞ് 3-ാം നാൾ, 2000 വർഷം കഴിഞ്ഞ് 3000 വർഷം, കാരണം 1000 സംവത്സരം. അപ്പം 4000 കഴിഞ്ഞ് ബാക്കി 2000, 6000 ഇനി 3000 വരുമ്പോൾ യേശു കർത്താവ് വരും.
കുഴപ്പമില്ല, അതൊക്കെ നല്ല ആശയങ്ങളാണ്. നമ്മളതൊന്ന് ഉപദേശ വിഷയമായി എടുക്കാതിരുന്നാൽ മതി. ആശയങ്ങൾ പറയുന്നതിന് ഇപ്പോൾ ആർക്കും ഒരു കുഴപ്പമില്ലല്ലോ. അപ്പം 3-ാം നാൾ 7-ാം ദിവസം എല്ലാത്തിലും വരുമ്പോൾ സ്വസ്ഥതയോട് ഇരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 4000-ഉം 2-ഉം 6-ഉം പിന്നെ 7-ഉം കുഞ്ഞാടിൻ്റെ കല്യാണം എന്ന് പറഞ്ഞ്, എൻ്റെ വ്യാഖ്യാനമല്ലത്, ഞാനത് വ്യാഖ്യാനിക്കാൻ വരികയല്ല, നിങ്ങൾ കേട്ട് കാണുമെന്ന് പറയാൻ വേണ്ടി മാത്രം പറഞ്ഞു. പക്ഷെ 3-ാം നാൾ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഞാൻ നാളുകൾക്ക് മുമ്പ് ഒരു പ്രാവശ്യം ഇത് സൂചിപ്പിച്ചാണ്. ആ 3-ാം നാൾ യോഹന്നാൻ യേശു കർത്താവ് പോകുന്ന കണ്ടിട്ട് തന്നോട് കൂടുതൽ ശിഷ്യന്മാരോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വന്നു. യോഹന്നാൻ തന്നെ പറയുന്നത്, എനിക്കിവനെ അറിയത്തില്ലായിരുന്നു. ദൈവിക പ്ലാനും പദ്ധതിയും അനുസരിച്ച് ഇവനെ പരിചയപ്പെടുത്തുവാൻ ദൈവം അയച്ച വ്യക്തിയായ യോഹന്നാൻ. യോഹന്നാൻ തന്നെ പറയുന്നത്, എനിക്കിവനെ അറിയത്തില്ലായിരുന്നു, ഞാനും അവനെ അറിഞ്ഞില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് ആരുടെ മേൽ വന്നോ? സ്തോത്രം. അതിനുശേഷമാണ് ഇവനാണ് ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇത് പറഞ്ഞു കേട്ടോണ്ട് 2 ശിഷ്യന്മാർ എന്ത് ചെയ്തു? ഇവനെ വിട്ട് അവനോട് പോയി. അവനൊട്ട് കംപ്ലൈൻറ്റുമില്ല. അറിയേണ്ടവനെ അറിഞ്ഞവൻ്റെ കൂടെ പോകണം. സ്തോത്രം. അതല്ലയോ നമ്മളൊക്കെ ഇന്ന് ഇവിടെ ഇരിക്കുന്നേ. പാരമ്പര്യങ്ങൾ വിട്ട് അറിയേണ്ടവനെ അറിയേണ്ടതുപോലെ അറിഞ്ഞപ്പോൾ അറിഞ്ഞവൻ്റെ കൂടെ പോയതുകൊണ്ടല്ലയോ? ഹല്ലേലൂയ. അങ്ങനെ പോയി ഇവനിങ്ങനെ പുറകെ പോയപ്പോൾ യേശു ഒന്ന് തിരിഞ്ഞു നോക്കി, നിങ്ങൾ ആരെയാ അന്വേഷിക്കുന്നത്? സ്തോത്രം. അപ്പോൾ നീ പാർക്കുന്ന ഇടം എവിടെയാ? യേശു പറഞ്ഞു, വന്നു കാണുമീൻ. അങ്ങനെ അന്ന് രാത്രി 1-ാം ദിവസം അന്ത്രയോസ് യേശുവിനോടുകൂടെ പാർത്തു. യോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇതങ്ങ് മാറ്റി തരുക. താങ്ക് യു. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യോഹന്നാൻ പറഞ്ഞു കേട്ടതിന് പുറകെ പോയപ്പോൾ അവന്റെ കൂടെ പാർത്തപ്പോൾ ഇവൻ തന്നെയാ മശിഹ എന്ന് മനസ്സിലായി. കഴിഞ്ഞ ആഴ്ചയിലെ പ്രസംഗ വിഷയം ഓർക്കുന്നുണ്ടോ? കൂടെ പാർക്കുന്നവനോട് മനസ്സറിയുന്ന ദൈവം, ഇല്ലയോ? പുരുഷാരം 3 നാളായി എന്നോട് കൂടെ പാർക്കുന്നു. അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും, നിങ്ങളവർക്ക് ഭക്ഷണം കൊടുപ്പി. വേറെ ആർക്കുമില്ല. ആരുടെ കൂടെ പാർക്കുന്നു അവന് മാത്രമേ നമ്മെ കൂടുതൽ കമ്പാഷൻ ഉള്ളൂ. സ്തോത്രം. അപ്പോൾ കൂടെ പാർത്തപ്പോൾ ഇവനാണ് മശിഹ. അതുകൊണ്ടല്ലയോ പത്രോസിനെ വിളിച്ചുകൊണ്ട് വന്നത്. അടുത്ത ദിവസം ഫിലിപ്പോസ്, നഥനിയേൽ, സെക്കൻഡ് ഡേ ഫിലിപ്പോസ് നഥനിയേൽ പറഞ്ഞു, നസറേത്ത് നിന്ന് വല്ല നന്മയും. ചുരുക്കി പറയാൻ പെട്ടെന്ന് നിർത്താൻ വേണ്ടിയിട്ട്, നസറേത്ത് നിന്ന് വല്ല നന്മയും വരുമോ? എനിവേ ഈ ഫിലിപ്പോസ് പറഞ്ഞാൽ ഒന്ന് കണ്ടേക്കാവെന്ന് പറഞ്ഞ് ചെന്നപ്പോൾ യേശു പറഞ്ഞു, ഇതാ സാക്ഷാൽ ഇസ്രായേല്യൻ, ഇവനിൽ കപടമില്ല. ഇത് ദൂത് കേട്ടപ്പോഴത്തേക്ക് ആളിൻ്റെ ഉള്ള വളയും. ഇതെങ്ങനെ അറിയാം? എൻ്റെ നഥനിയേലേ, നീ അത്തിയുടെ കീഴിൽ ഞാൻ നിന്നെ കണ്ടു. കഴിഞ്ഞ ആഴ്ച പറഞ്ഞു ഓർക്കുന്നുണ്ടോ? നമ്മെ അറിയുന്നവനും നമ്മെ കണ്ടവനും. നാം എവിടെയാ ഇരിക്കുന്നു ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് നാം എവിടെയാ ഇരിക്കുന്നെന്ന് അറിയാം. എന്തുവാണ് നമ്മുടെ ഉള്ളിൻ്റെ ചിന്തകൾ അവനറിയാം. 18 വർഷമായി ഈ സ്ത്രീ കൂനിയാണെന്ന് അവനറിയാം. അവൻ രോഗം തുടങ്ങിയതും അവനറിയാം.
നമുക്ക് പലപ്പോഴും പല ടെസ്റ്റ് കഴിയുമ്പോഴാണ് അയ്യോ ഇതായിരുന്നല്ലോ രോഗമെന്നറിയുന്നത്. പക്ഷേ ആരംഭത്തിന് മുമ്പേ അറിയാവുന്ന ഒരുവനുണ്ട്. സ്തോത്രം. അപ്പോൾ ഫസ്റ്റ് ഡേ കഴിഞ്ഞു. സെക്കൻഡ് ഡേയിലാണ് യേശു നഥനീയേലിനോട് പറയുന്നത്, നീ സാക്ഷാൽ മശീഹ ദൈവത്തിനാന്ന് പറയുന്നത് നീ എവിടെ ഇരുന്നു എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടല്ലേ. അടുത്തത് 50 വാക്യം. യേശു അവനോട്, ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറക കൊണ്ട് നീ വിശ്വസിക്കുന്നുവോ? അടുത്തത്, നീ ഇതിനേക്കാൾ വലുത് കാണും. പ്രൈസ് ദി ലോർഡ്. 2-ാം ദിവസമാ പറയുന്നത്. നീ ഇതിലും, ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ ഓരോ ദിവസവും മുൻപോട്ട് പോകുമ്പോൾ പുതിയതൊന്ന് നമ്മെ കാണിക്കുന്നതയോ നമ്മുടെ ദൈവം. പറഞ്ഞ് മനസ്സിലായില്ല. 2-ാം ദിവസം അവൻ ഇരുന്ന ഇടവിടാന്ന് പറഞ്ഞുവെങ്കിൽ 3-ാം ദിവസം അവൻ്റെ കണ്ണാൽ ചില അത്ഭുതങ്ങൾ അഥവാ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നത് കാണുവാൻ ദൈവം ഇടയാക്കും. വിശ്വസിക്കുന്ന ആരെങ്കിലുമുണ്ടോ? ഈ വർഷത്തിൻ്റെ ആരംഭ സമയങ്ങളിൽ ഞാൻ വ്യക്തമായി പറഞ്ഞതാ, ഈ വർഷം ഇതുവരെ കാണാത്ത ചില കാര്യങ്ങൾ ദൈവം കാണിക്കുമെന്ന്. വിശ്വസിച്ച് ഏറ്റെടുക്കുന്നവരെ കാണിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. നമ്മൾ വിശ്വസിക്കണം. കഴിഞ്ഞ രാത്രി നമ്മൾ കേട്ടല്ലോ, ദൈവം അതിനൊന്ന് പറയുന്നത് ദൈവമാ ചെയ്യുന്നേ. അത് അന്യഭാഷ പറഞ്ഞ് വ്യാഖ്യാനം പറഞ്ഞ് പ്രവചിക്കണമെന്നില്ല. ഇത് തിരുവചനമാണ്. ഇതാ ഏറ്റവും വലിയ പ്രവചനം. ഇതിൽ കൂടി കിടക്കുന്ന വാക്കും ദൂതും എല്ലാം അതുപോലെ പ്രവാചക വാക്യമായി ഉള്ളിൽ കരുതിക്കൊണ്ടാൽ ദൈവം തന്റെ സമയത്ത് പ്രവർത്തിക്കും ദൈവമാ. ദൈവത്തിന് സ്തോത്രം. 2-ാം ദിവസം പറഞ്ഞു, നീ ഇതിനും വലുത് കാണും. അങ്ങനെയാണ് 2-ന്റെ-1 3-ാം ദിവസം. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായിരിക്കും സ്തോത്രം. നമ്മൾ ആള് കുറവാണെങ്കിൽ സ്തോത്രം കുറയരുത് കേട്ടോ. അങ്ങനെയൊക്കെയുണ്ട്. 3-ാം ദിവസം എന്തുവാ? 3-ാം ദിവസം ഗലീലയിലെ കാനാവ്. ഗലീലയിൽ മാത്രമല്ല, ശമരിയിലുമുണ്ട്. ശമരിയിലൊരു കാനാവുണ്ട്, ഗലീലയിലൊരു കാനാവുണ്ട്. എന്തുകൊണ്ടാ ഗലീലയിലെ കാനാവ് എന്ന് പറഞ്ഞത്? നഥാനിയേലിന്റെ സ്ഥലമാ, പട്ടണമാക്കി ഗലീല. ഗലീലയിലെ കാനാവ് 21:2 യോഹന്നാൻ. ഒന്ന് വായിക്കാമോ? 21:2, 21:2. ഗലീലയിലുള്ള, ഇത്ര ക്ലിയറാ. ഗലീലയിലുള്ള കാനയിലെ നഥനീയേൽ ആരോട് ദൂത് പറഞ്ഞോ? അവൻ പാർക്കുന്ന പട്ടണത്തിൽ തന്റെ മഹത്വം വെളിപ്പെടുന്ന ദൈവമാണ്. ഈ പകൽക്കാലം ഈ ദൂത് ഒന്നിട്ടെടുക്കാമോ? വേറെ ആർക്കും അറിയത്തില്ല. ആരോട് ദൈവം ആലോചന പറഞ്ഞോ ആ ആലോചന അവന്റെ ഭവനത്തിൽ വെളിപ്പെടുന്നത് വിശ്വസിക്കാമോ? സ്തോത്രം. എന്തുകൊണ്ട് അവൻ ശമരിയിലെ ഗലീലയിൽ കാനാവിൽ പോയില്ല? ഇല്ല. നഥാനിയേലോട് ദൂത് പറഞ്ഞാൽ അവൻ പാർക്കുന്ന ഇടത്ത് തന്നെ മഹത്വം വെളിപ്പെടുന്ന ദൈവമാണ്. ഇന്ന് പകൽ മനസ്സിലാക്കണം, നിന്നോട് ദൈവം ഒരു ആലോചന പറഞ്ഞാൽ നിന്റെ കണ്ണിന്റെ മുമ്പിൽ അത് കാണിക്കാതെ പോവുകയില്ല. അതൊരു 3-ാം ദിവസം എന്നുള്ളതിൻ്റെ ഒരു ആശയം പറഞ്ഞതേ ഉള്ളൂ. മുൻപോട്ട് പോകാം. മറിയയെ വിളിച്ചു, അമ്മയെ വിളിച്ചു, സഹോദരന്മാരെ വിളിച്ചു. എഴുതിയിട്ടുണ്ടോ അവിടെ? അമ്മയും സഹോദരന്മാരും ശിഷ്യന്മാരും തിരികെ പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അമ്മയെ ഇൻവൈറ്റ് ചെയ്തു, സഹോദരന്മാരെ ഇൻവൈറ്റ് ചെയ്തു. ഇതൊക്കെ തെളിവാണ് യേശുവിന്റെ സഹോദരന്മാർ ഉണ്ടായിരുന്നുള്ളത്. 3 ശിഷ്യന്മാരെ വിളിച്ചു. ഒരു പക്ഷേ 4 അല്ലെങ്കിൽ 6, അത് കൊള്ളൊന്നുമില്ല. കണക്കിൽ 4 എന്നതിൻ്റെ ചിലർ പറയുന്ന പോയിട്ടുണ്ട് 6 എന്നൊക്കെ. എനിക്ക് എന്ത് പാട്. ഇതിനകത്ത് അന്ത്രയോസ്, ശിമോന്, ഫിലിപ്പോസ്, നഥനയേൽ 4 പേരുടെ എഴുതിയിട്ടുണ്ട്. ബാക്കി അറിയത്തില്ല. 3-4 ശിഷ്യന്മാർ, ഇത്രേ ഉള്ളൂ. ഇവരെ വിളിച്ചു. നമ്മൾ ഒരു കല്യാണത്തിന് പോയാൽ
അവിടെ എന്തോ നടക്കുന്നത്, അതിനകത്ത് എന്തോ ഉള്ളത്, ഇതൊന്നും വല്ലതും അന്വേഷിക്കാൻ പോകാറില്ല. നമ്മൾ വിളിച്ച കാര്യം അവിടെ ചെന്ന് വല്ല ഗിഫ്റ്റ് കൊടുത്ത് വല്ല സാധനം കണ്ട് സന്തോഷിച്ചു, നല്ല സീറ്റിൽ കയറി ഇരുന്ന് വല്ലതും കഴിച്ചിട്ട് വീട്ടിൽ പോകും. അത്രേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഈ സഹോദരി ഒത്തിരി കൺസേൺഡാണ്. ചിലർ പറയാറുണ്ട് അത് ബന്ധുക്കാരായിരിക്കാം ഒരു ആയിരുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ റിലേഷൻ ഉള്ളത് കൊണ്ടാണ് ഇൻസൈഡിൽ പോയെന്നൊക്കെ അറിയാം, പറയുന്നുണ്ട്. എന്തുമാകട്ടെ, നമ്മൾ 3-ാം ദിവസം കർത്താവ് വരുമെന്ന് പറഞ്ഞ പോലെ അത് ഇതും അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഓരോരുത്തരുടെ വ്യാഖ്യാനമല്ലോ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അഭിപ്രായം, വ്യാഖ്യാനം ഞാൻ പറഞ്ഞില്ല, അഭിപ്രായം. എനിവേ, ഈ സഹോദരി നിങ്ങൾക്കറിയാമോ, 30 വയസ്സായി മോന്. ഹലോ, നല്ല കാര്യം പറയുമ്പോൾ തല കുലുക്കണം. 30 ആയില്ലയോ? അപ്പോൾ പാഷ പറഞ്ഞു ശരിയാണോ? ശരിയാന്ന് പറഞ്ഞിങ്ങനെ. മോന് 30 വയസ്സായി. ജനിക്കുന്നതിന് മുമ്പ് ദൂതൻ വന്നു പറഞ്ഞു, നീ കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അവൻ അത്യുന്നതന്റെ പുത്രൻ, അവൻ വലിയവൻ, അവൻ രാജാവ്, അവൻ ഇമ്മാനുവേൽ, അവൻ വിശുദ്ധ പ്രജ, അവന്റെ രാജ്യത്തിന് അന്തമുണ്ടാകില്ല. ഓ, അങ്ങനെ കുഞ്ഞു വയറ്റിലില്ല. ജനിക്കുന്നതിന് മുമ്പ് ഇവനെ കുറിച്ച് പറഞ്ഞ് കേട്ട ഒരൊറ്റ വ്യക്തിയുള്ളൂ ഭൂമിയിൽ, അത് അമ്മയാ. സ്തോത്രം. പിന്നീട് ദൈവം ഇറങ്ങി പ്രവർത്തിക്കേണ്ടി വന്നു യോസേഫിനോട്. അവന് അങ്ങ് വിശ്വസിച്ചു, ഇത്രയേ ഉള്ളൂ കാര്യം. സ്തോത്രം. 12-ാമത്തെ വയസ്സിൽ ഇവര് പെസഹ പെരുന്നാളിന് യെരുശലേമിൽ പോയി. പെരുന്നാളെല്ലാം കഴിഞ്ഞിട്ട് അപ്പനും അമ്മയും വീട്ടിലോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തുവാ, അയ്യോ യേശു കൂടെ ഇല്ല. മടങ്ങി. നന്നായി പോയി മടങ്ങിയത്. പലരും മടങ്ങാറില്ല. പറഞ്ഞു മനസ്സിലായല്ലോ. മടങ്ങി എവിടെ വന്നു? ദൈവാലയത്തിൽ വന്നപ്പോൾ ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും നടുവിൽ, ഓ നിങ്ങളത് വായിക്കും, അതിൽ പ്രസംഗ വിഷയം ഇതൊക്കെ, നടുവിൽ നിന്നുകൊണ്ട് സംസാരിക്കുക. അപ്പനും അമ്മയും വലിയ ദേഷ്യപ്പെട്ടതായിട്ട് ഞാൻ കാണുന്നില്ല. എന്നാലും ചോദിച്ചു, എൻ്റെ കുഞ്ഞൻ നീ എന്തോ എടുക്കുക, ഞങ്ങളെ എന്തിനാ ഇത്ര വിഷമിപ്പിച്ചത്? മറുപടി, എൻ്റെ പിതാവിനുള്ളിടത്ത് ഞാൻ ഇരിക്കേണ്ടതല്ലയോ? ഓ, 12 വയസ്സേ ഉള്ളൂ. എൻ്റെ പിതാവിന്, അപ്പൊ എൻ്റെ പിതാവിൻ്റെ ആലയമായത്, എൻ്റെ പിതാവിനെ സത്യത്തിലും ആത്മാവിനും ആരാധിക്കാൻ വേണ്ടി പണിത് കഴിപ്പിച്ചത് ഒരാശയം. അവിടെ അല്ലയോ ഞാൻ ഇരിക്കേണ്ടത്? നിങ്ങൾക്കറിയാമോ താഴെ ഇരിക്കുന്നത്, മറിയ ഇതൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ജനിക്കുന്നതിന് മുമ്പ് പറഞ്ഞതും 12-ാമത്തെ വയസ്സിൽ പറഞ്ഞതുമെല്ലാം ഞാൻ മാനുഷികമായിട്ടും ചോദിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, ഇത് മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇദ്ദേഹം പ്രസംഗിക്കാമെന്ന് വിചാരിച്ചാൽ പോകും. പൗലോസ് പറയുന്ന ആശയമുണ്ടല്ലോ, ഞങ്ങൾ പ്രസംഗിച്ച വചനം മാനുഷികമായ വാക്കായിട്ടല്ല, സാക്ഷാൽ അങ്ങനെ കൈക്കൊള്ളണം. അങ്ങനെ കൈക്കൊള്ളണമെങ്കിൽ അതുപോലെ ഇരിക്കണം. സ്തോത്രം. അപ്പോൾ ഞാനൊക്കെ ചിന്തിക്കുക, ഇവിടെ അമ്മമാരൊക്കെ ഉണ്ടല്ലോ, ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് പറയും ഇവൻ മശിഹായ, ഇവൻ ഇമ്മാനുവേല, ഇവൻ രാജാവ, ഇവൻ അത്യുന്നതന്റെ പുത്രനാ, ഇവന്റെ രാജ്യത്തിന് അന്തമുണ്ടാകുകയില്ല എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞ് ആ വീട്ടിൽ ജനിച്ചു കഴിഞ്ഞപ്പോൾ എന്തോ ഭാര്യയ്ക്ക് സന്തോഷം. അത് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു സാധാരണ കുഞ്ഞാണോ ഇത്? ഇതാർക്കറിയാം? അമ്മയ്ക്കും പിന്നീട് അപ്പനും. മറിയയ്ക്കറിയാം. അങ്ങനാണെങ്കിൽ ഇത് എൻ്റെ ചിന്തയാണ്, എൻ്റെ വ്യാഖ്യാനവും ഞാൻ പറയുന്നില്ല, എൻ്റെ ചിന്തയാ.
പക്ഷേ നിങ്ങളും ചിന്തിക്കുമ്പോഴേ ഞാൻ ചിന്തിക്കും. അങ്ങനെയാണെങ്കിൽ 12 വയസ്സായപ്പോഴും പിന്നെയും പറയാം, അതേണ്ട എൻ്റെ പിതാവിനുള്ള ഇടത്ത്. അപ്പം ഞങ്ങളെ വീടുമായിട്ട് ഇവന് വലിയ ബന്ധമൊന്നുമില്ലയോ? ചിന്തിച്ചാൽ തെറ്റില്ല. 2, ഈ അമ്മ ഏതായാലും ഇവനെ കുറിച്ച് കേട്ട വാക്കനുസരിച്ച് ഇവൻ മശിഹ ആയി തന്നെ തന്നെ വെളിപ്പെടുത്തുന്നത് ഏത് നാഴികയായിരിക്കും എന്ന് ചിന്തിച്ചു കാണും. മനസ്സിലാകത്തോണ്ട് ആരും ഒരു അനങ്ങ് പോലുമില്ല. അല്ല, ഇല്ലെങ്കിൽ യോഗം കഴിഞ്ഞ് എന്നെ വന്ന് പറയണേ, അങ്ങനെ ചിന്തിക്കാൻ സാധ്യതയില്ലെന്ന്. ഇല്ലയോ? അമ്മമാരോട് ചോദിക്കും ഞാൻ. നമ്മളോട് പറയുകയാണ്, നിനക്കൊരു മോനെ ജനിക്കും, അവനായിരിക്കും അമേരിക്കൻ പ്രസിഡന്റ് എന്ന് ആരെങ്കിലും ഉണ്ടാകുന്നതിന് മുമ്പ് പറഞ്ഞാൽ, എൻ്റെ ദൈവമേ, പിന്നെ ജനിച്ച ഉടനെ വാഷിങ്ടണിലോട്ട് അങ്ങ് താമസം മാറ്റും. ഇവിടുത്തെ വീടൊക്കെ വിറ്റിട്ട് പിന്നെ 10 ഒരു സ്റ്റേജ് കിട്ടുക. ഇവൻ ആരാണെന്നറിയാമോ? അങ്ങനെയൊക്കെ ആകുമ്പോൾ സ്റ്റേജ് കിട്ടിയ പിന്നെ ഇവനെ വെളിപ്പെടുത്തുക, അവനെ വെളിപ്പെടുത്തുക, എന്നെ വെളിപ്പെടുത്തുക, ഇതൊക്കെ അവിടെ പണി. അങ്ങനെയാണെങ്കിൽ വെളിപ്പെടുത്താനൊന്നും പോയില്ലെങ്കിലും മനസ്സിൽ, കാരണം 12ാമത്തെ വയസ്സിൽ ഇതെല്ലാം അവൾ ഉള്ളിലുണ്ടവക്ക്. എന്നായിരിക്കും ഇവൻ തന്നെത്താൻ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നത്? തെറ്റാണോ ആ ചിന്ത? അങ്ങനെയാണെങ്കിൽ ഞാൻ പലപ്പോഴും ആ റിപ്ലൈ അങ്ങനെ വരാനുള്ള കാര്യമായി ചിന്തിക്കുന്നു ഞാൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ വിചാരിക്കുന്നു, ഈ 30 വയസ്സിനുള്ളിൽ പലപ്പോഴും അമ്മ വന്ന് ചോദിച്ചാണ്, മോനെ നാഴിക വന്നു. കാരണം എൻ്റെ കുഞ്ഞ് ഈസ് നോട്ട് ആൻ ഓർഡിനറി സൺ. ഇവനൊരു സാധാരണക്കാരനല്ല. ഇവനെ വെറുതെ എനിക്ക് കിട്ടുകയല്ല. ഇവൻ ജനിച്ചത് തന്നെ സാധാരണ രീതിയിലല്ല. ഒരമ്മ പലപ്പോഴും ചിന്തിച്ചാൽ, അങ്ങനെയാണെങ്കിൽ എന്നോട് പറഞ്ഞത് തെറ്റിപ്പോകുമോ? 30 വയസ്സായിട്ടും ഇപ്പോഴും ഇവൻ എൻ്റെ മകനായി വീട്ടിൽ എൻ്റെ അനുസരണം തിമിക്കുന്ന ഒരു പൈതലാണോ ഞാൻ ആഗ്രഹിക്കേണ്ടത്? ഇവൻ മശിഹയായി വെളിപ്പെടുന്ന ദിവസമെന്നാ എന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞു. കാരണം നമ്മുടെ മലയാളത്തില് സ്ത്രീയെ നിനക്കും, പക്ഷേ അത് മൂലഭാഷ പഠിക്കുമ്പോൾ അങ്ങനെ വലിയ അവളെ അപമാനിക്കുന്ന രീതിയിലല്ല പ്രസന്റ് ചെയ്തിരിക്കുന്നത്. റെസ്പെക്റ്റോടാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ നാഴിക വളരെ സിമ്പിൾ ആൻസറാണ്. നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? ഹലോ, സമയമായോ? ആയില്ല. റൈറ്റ് ആൻസർ. പിന്നെ ഒന്നുകൂടി കൊച്ചു സമയമായോ? ഇല്ല, അത് തന്നെ നടന്നു. അവിടെ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? അല്ലെങ്കിൽ ആ ചോദ്യത്തിന് പറയും, ഇതെന്നാ ഇങ്ങനെ ചോദിക്കാൻ കാരണം ചോദിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇതെന്താ ഇന്ന് ഇങ്ങനെ ഒരു അവിചാരിതമായി ചോദിക്കുന്ന അമ്മച്ചി? ഇങ്ങനൊരു പ്രവൃത്തി ഈ ഭവത്തിൽ വെളിപ്പെടത്തക്ക വേണ്ടി ഈ വന്ന് എന്നോട് പറയാൻ കാരണം എന്താ എന്നല്ലയോ ചോദിക്കേണ്ടത്? ഇവിടെ ചോദിച്ചെന്തുവാ? പറഞ്ഞെന്തു മറുപടി? എൻ്റെ നാഴിക. ഇതുവരെ അത് മറന്നുപോലെ ആ വേർഡ്. അതിൻ്റെ അർത്ഥം ഇതിന് പലപ്പോഴും പറഞ്ഞു കാണും, ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോഴും പറയും ഇതുവരെ വന്നിട്ടില്ല. ഒരു സ്വതന്ത്രം പറയാമോ? ഞാൻ അതുകൊണ്ട് അവിടെ നിർത്തുവല്ല. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നത് സ്വർഗത്തിൻ്റെ പ്ലാൻ പ്രകാരമാണ്. അവൻ്റെ ചലനവും അവൻ്റെ പ്രവൃത്തിയും അവൻ എന്ത് ചെയ്യണമെന്നും ചിന്തിക്കുന്ന സ്വർഗമാണ്. ഒരു ഡിവൈൻ പർപ്പസോടുകൂടിയാണ് പുത്രൻ ഈ ഭൂമിയിൽ വന്നത്. എന്തു ചെയ്യണം, എപ്പോൾ ചെയ്യണം, എവിടെ വെച്ച് ചെയ്യണമെന്നത് ചിന്തിക്കുന്ന പിതാവാ.
അങ്ങനെയല്ലയോ വരുന്നതും തിരിച്ചു വരുന്നതും. യേശു കർത്താവിന്റെ മടങ്ങി വരും ആരെ ചിന്തിക്കുന്നത്? പിതാവിന്റെ കാര്യമാണ്. പുത്രന് പോലും അറിയത്തില്ലെന്നാ ബൈബിൾ പറയുന്നത്. അപ്പോൾ ഈ ഭൂമിയിൽ വന്ന് ജനിക്കുന്നത് മുതൽ ക്രൂശിൽ കയറി സ്വർഗാരോഹണം ചെയ്യുന്നത് വരെയുള്ള പരിപാടികൾ എവിടെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിലെ ദൈവം ഡിവൈൻ പർപ്പസിൽ വന്നിരിക്കുക. പക്ഷെ ഒരുവർക്കറിയാം ഇവൻ വന്നത് ഡിവൈൻ പർപ്പസിലാണ്. സ്തോത്രം. അങ്ങനെ പലപ്പോഴും ഇവൻ പറഞ്ഞു കാണും, അതിന്റെ മറുപടി എൻ്റെ നാഴിക വന്നിട്ടില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒരുപാട് നിങ്ങൾക്ക് കണ്ടാ ചിരിക്കുന്നു. ഉള്ള കാര്യം ഉള്ളവർ പറയും, തിരികേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളൊക്കെ അല്ല അറിയാമെന്ന് ചോദിച്ച് പ്രസംഗിക്കുന്നു വിചാരിച്ച്. ഇവിടെ അമ്മയും സഹോദരന്മാരും ശിഷ്യന്മാരുമുണ്ട്, അപ്പനില്ല. മരിച്ച് കാണാൻ സാധ്യതയുണ്ട്. അതിനുശേഷം പിന്നെങ്ങും ജോസഫിനെ കുറിച്ച് പറയുന്നതായിട്ട് കാണുന്നില്ല. നമ്മുടെ അഭിപ്രായമാണ്. മരിച്ചു പോകാൻ ഞാനങ്ങ് ചോദിക്കട്ടെ, ഈ അപ്പൻ ആരെന്നറിയുമോ? സാധാരണ അപ്പനുമല്ല, കല്ലേറ് കൊണ്ട് മരിക്കാതിരിക്കാൻ ഭാര്യയെ രക്ഷിച്ച അപ്പനാ. പറഞ്ഞു മനസ്സിലായോ? അവനറിയാൻ കാര്യം, ഈ കുഞ്ഞ് അവനുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന് അവൻ അറിയാമായിരുന്നിട്ടും അവന് കുടുംബത്തിന് വേണ്ടി നട്ടല്ലോട് നിന്നാപ്പൻ. ഞാനങ്ങ് ചോദിക്കട്ടെ, യേശു കർത്താവിന്റെ 3.5 വർഷത്തെ ശുശ്രൂഷയിൽ മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്, ഉണ്ടോ ഇല്ലയോ? വീട്ടിൽ അപ്പൻ മരിച്ചപ്പോൾ എന്തുകൊണ്ട് ഉയർപ്പിച്ചില്ല? ഹലോ, ഒരു നല്ല ചോദ്യമല്ലേ അത്? ഒരുപക്ഷെ അന്നേരമോ ഒരുപക്ഷെ അമ്മ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അവിടെ ഞാൻ എൻ്റെ പറഞ്ഞത് സാധ്യതയുണ്ട്. ഇതുപോലെ പല സന്ദർഭങ്ങളിലും ഇവൻ തൻ മശിഹ എന്നുള്ളത് വെളിപ്പെടുത്തുമോ എന്ന് ചിന്തിച്ച സന്ദർഭമുണ്ട്. നമ്മുടെ ഇഷ്ടത്തിന് പ്രവർത്തിക്കാനല്ല യേശു വന്നത്, അവന്റെ ഇഷ്ടത്തിന് പ്രവർത്തിക്കാനാ. മനസ്സിലാവുന്നുണ്ടോ? ചില വിഷയങ്ങൾ ഭവനത്തിൽ ജീവിതത്തിൽ വരുമ്പോൾ നാം പലതും ചോദിക്കാറുണ്ട്, പക്ഷെ ദൈവം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അവന്റെ സമയത്ത്. ഹല്ലേലൂയ. നാം ചിന്തിക്കുന്നത് പോലെ, നമ്മുടെ മനസ്സിൽ താല്പര്യമുള്ളത് പോലെ ദൈവം പ്രവർത്തിക്കണമെന്ന് നാം വിചാരിച്ചാൽ ഒരുപക്ഷെ അവിടെ നടന്നില്ലെങ്കിൽ നാം നിരാശരാകും. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, അവന്റെ ഇഷ്ടപ്രകാരം നാം അപേക്ഷിക്കുന്നു നോക്കുകയും. ഹല്ലേലൂയ. അവന്റെ ഇഷ്ടപ്രകാരം 30 വയസ്സിനുള്ളിൽ പിതാവ് മരിച്ചെങ്കിൽ അവിടെ ഒരു അത്ഭുതം പ്രവർത്തിക്കണം എന്നുള്ളത് പിതാവിന്റെ ഇഷ്ടമല്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല വിഷയങ്ങൾ കടന്നുപോയായിരിക്കുന്നത്, ഞങ്ങളുടെ ഭവനത്തിലും നിങ്ങളുടെ ഭവനത്തിലും പല വിഷയങ്ങൾ കടന്നു പോകുമ്പോൾ പലരും പലതും ചോദിക്കാറുണ്ട്. എന്നോട് ചോദിച്ചിട്ടുണ്ട്, പാസ്റ്റർ വലിയ പ്രാർത്ഥിക്കുകയൊന്നും ചെയ്തല്ലോ, പുരോഹിതർക്ക് വേണ്ടി നിങ്ങളുടെ വീട്ടിലെന്താ അത്ഭുതം പ്രവർത്തിക്കാത്തത്? ദൈവത്തിന്റെ ഇഷ്ടമാണ്. ഒരു സ്തോത്രം പറയാമോ? നമ്മുടെ ആഗ്രഹമെല്ലാം സാധിച്ചിരുന്നുവെങ്കിൽ പിന്നെ നമുക്ക് ദൈവത്തിന്റെ ആവശ്യമില്ലായിരുന്നു. പക്ഷെ ഒരു കാര്യം, നമ്മെ വിട്ടു പിരിഞ്ഞവരൊന്നും നഷ്ടമായി പോയിട്ടില്ലെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലുമുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിരിക്കുന്ന ഒരു ദേവദാസൻ, പിന്നെ പറയാം, ഞാൻ പറയുന്നില്ല, പോട്ടെ. വിശ്വാസത്തിൽ വന്നതിന് ശേഷം ഒരുവൻ നമ്മെ വിട്ടുപോയാൽ നഷ്ടപ്പെട്ടിട്ടില്ല, ദൈവസ്ഥലിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? മരണം ഒരു അവസാനമല്ല, ഒരു പ്രൊമോഷനാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.
ചില ചില വിഷയത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. തൻ്റെ മഹത്വം വെളിപ്പെടുന്ന സമയമുണ്ട്. അതെന്താണെന്നറിയാമോ? അവന്റെ നാമം മഹത്വം എടുക്കാൻ. എന്നാ ഒരു ഭക്തന്റെ മരണം ബാക്കി പറയാമോ? യഹോവയ്ക്ക് വിലയേറിയതാ. അവൻ നഷ്ടപ്പെട്ടു പോകുന്നില്ല. ആരെ സേവിച്ചുവോ അവന്റെ അടുക്കിലേക്ക് വിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആ സ്വന്തം ഭവനത്തിലേക്ക് പോയി എന്ന് മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 30 വർഷക്കാലം ഈ ഭൂമിയിൽ പാർത്തു. സ്വന്തം വീട്ടിൽ ഒരു വിഷയമുണ്ടായിട്ട്, വേദനാജനകമായ ഒരു സാഹചര്യം ഭവനത്തിലുണ്ടായിട്ട് അവിടെ വെച്ച് അവനൊന്നും ചെയ്തില്ല. എന്താ കാര്യം? പിതാവിന്റെ ഇഷ്ടത്തിന് വേണ്ടി അവൻ കാത്തിരുന്നു. ഇവിടെയും മറുപടി, എന്റെ നാഴിക വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. അതിന്റെ അർത്ഥം വരത്തില്ലെന്നല്ല. ഒരു നല്ല മനസ്സിലായ സഹോദരൻ പറയാമോ? നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ അവന്റെ പക്കൽ സമയമില്ല, നാഴികയില്ലെന്നല്ല. നാഴിക വന്നിട്ടില്ല ഇതുവരെയും. അതിന്റെ അർത്ഥം വരാൻ സാധ്യതയുണ്ട്. സ്തോത്രം. ഇതുവരെ വന്നിട്ടില്ല. അതിന്റെ അർത്ഥം ഞാൻ വന്നതിന്റെ പർപ്പസ് പൂർത്തീകരിക്കുന്ന, ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ടെന്നുള്ള വ്യക്തത അവിടെ. അത് നാം ഏറ്റെടുക്കണം. താവേ, ഞാൻ നിന്നോടാണ് പ്രാർത്ഥിക്കുന്നത്. നിന്റെ മക്കളാ, നീ എൻ്റെ പിതാവാ, നിന്റെ മക്കൾ എനിക്ക് വേണ്ടി ഒരു ദിവസമുണ്ട്. സ്തോത്രം. ഇതുവരെ വന്നിട്ടില്ല. ഞാൻ മുൻപോട്ട് പോട്ടെ. ശിഷ്യന്മാർ, ഇനി അടുത്ത് ശിഷ്യന്മാർ അതിന് മുമ്പ് 10 മിനിറ്റുണ്ട്. മറിയ ഈ ആൻസർ കേട്ടിട്ടും അവൾ എന്താ പറഞ്ഞറിയാമോ? ശുശ്രൂഷക്കാരോട് നമ്മൾ പറയുമ്പോൾ അവൾ അങ്ങനെ പറഞ്ഞു. അതേ ഉള്ളൂ. ഒന്ന് വായിച്ച ഭാഷ. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോ അടുത്തത് ഒരു സ്തോത്രം പറയാമോ? എന്തിനാ സ്തോത്രം പറഞ്ഞറിയാമോ? She was introducing him to the servants. സാഹചര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും എനിക്ക് ഇവനെ അറിയാം. ഇവൻ അധികാരമുള്ളവനാ. ഇല്ലയോ? അവനെന്തിനും പറയാൻ സാധ്യത. അങ്ങനെയാണ് പറഞ്ഞേ. കൽപ്പിക്കാൻ പോവാ. എന്ത് കൽപ്പിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇവൻ ഇന്ന് വരെ കൽപ്പിക്കും. കൽപ്പിക്കുവാൻ അധികാരമുള്ളവൻ ഭവനത്തിലുണ്ട്. ഒരു നല്ല സ്തോത്രം പറയണേ. ഇന്ന് പകൽക്കാലം അവനെ അറിഞ്ഞവൻ, അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അധികാരമുള്ളവനവൻ. എൻ്റെ വീട്ടിൽ, എൻ്റെ ഭവനത്തിൽ, എൻ്റെ തലമുറയിൽ, എൻ്റെ സഭയിൽ, എൻ്റെ ദേശത്ത് അധികാരമുള്ളവനുണ്ട്. ഹല്ലേലൂയ. പണ്ട് എമർജൻസി ഡിക്ലെയർ ചെയ്തു ഇന്ത്യയിൽ. അറിയാമല്ലോ, ഇന്ദിരാഗാന്ധിയുടെ സമയത്ത്, മരിച്ച സമയത്ത്. ഞാൻ അവിടെ നിന്ന്, അന്ന് ഞാൻ ഡൽഹിയിലുണ്ട്, ഞാൻ അവിടെ നിന്ന് ഇനിയും ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ എമർജൻസി ആയിരിക്കുമെന്ന് ഡിക്ലെയർ ചെയ്താലോ? അതെ, എൻ്റെ സഹോദരി പറഞ്ഞ പോലെ വട്ടാണെന്ന് തോന്നും. അല്ലെ, ഈ സഹോദരി പറഞ്ഞു ശിവയെ നോക്കി ഞാൻ അങ്ങോട്ട് നോക്കി വിചാരിച്ച് ഇങ്ങോട്ടാ പറഞ്ഞു. പക്ഷെ അന്നത്തെ എനിക്ക് തോന്നുന്നില്ല ആരും പ്രസിഡന്റ് ഓർക്കുന്നില്ല. ഞാൻ അന്നത്തെ പ്രസിഡന്റ് ഡിക്ലെയർ ചെയ്തു, പട്ടാളം നിരന്നു. പറഞ്ഞു മനസ്സിലായില്ല. പ്രസിഡന്റ് പറഞ്ഞു ഇനി എമർജൻസി ആയിരിക്കും, പട്ടാളം നിരന്നു. അന്ന് ഞാനുണ്ട്. ആ ഒരു കുഞ്ഞനങ്ങാൻ പറ്റുന്നില്ല. എന്താ കാര്യം? അധികാരമുള്ളവൻ പറഞ്ഞു.
ഇതൊരു രാജ്യത്തിൻ്റെ പ്രസിഡന്റാ പറഞ്ഞത്. ലോകത്തിൻ്റെ സൃഷ്ടിതാവാ നമ്മുടെ വീട്ടിലുള്ളത്. I like that lady. She knows he is not an ordinary son. He is not an ordinary person. Come on, servants, come here. Let me introduce him. ഇവൻ അതോറിറ്റി ഉള്ളവനാ. ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം ദൈവമക്കള്, എൻ്റെ ഭവനത്തിൽ ഞാൻ സേവിക്കുന്നവൻ, അവൻ അധികാരമുള്ളവനെന്ന് പറയാമോ? നിന്നെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളെ സാധ്യമാക്കാൻ കഴിവുള്ളവൻ. കടലേ, കാറ്റ് ശാസിക്ക, കാറ്റിനെ ശാസിച്ചു കടല് അനങ്ങരുത് എന്ന് പറഞ്ഞു. അനങ്ങരുത് ആരോട്? കാറ്റിനോട്. പ്രകൃതിയെ നിയന്ത്രിപ്പാൻ കഴിവുള്ളവൻ. നമ്മുടെ ദൈവത്തെ വലിയ ഒരു ചേർന്ന് പാടി. ആള് കുറവാണ് സാറും, ചേർന്ന് പാടിക്കേ. ദൈവത്തെ പോൽ വലിയ ദൈവം ആരുള്ളൂ? പാടുക പുതുഗീതം. മഹാത്ഭുതം അവൻ ചെയ്തു, നാം പാടുക പുതുഗീതം. മഹാത്ഭുതം അവൻ ചെയ്തു, തൻ വലങ്കരവും വിശുദ്ധ ഭുജവും വിജയം നേടി. തൻ വലങ്കരവും വിശുദ്ധ ഭുജവും വിജയം നേടി. നമ്മുടെ ദൈവത്തെ വലിയ ദൈവം ആരുള്ളൂ? ശാശ്വതമാ പാറ യഹോവയിൽ നമുക്കുണ്ട്. ശാശ്വതം പാറ യഹോവയിൽ നമുക്കുണ്ട്. ആശ്രയിപ്പീനവനെ, ആശ്വാസത്തിൻ നായകനെ. ആശ്രയിപ്പിന്നവനെ, ആശ്വാസത്തിൻ നായകൻ. നമ്മുടെ ദൈവത്തെ പോൽ വലിയ ദൈവം ആരുള്ളൂ? നമ്മുടെ ദൈവം ആരുള്ളൂ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല. ഒരു രാജാവിനോ ഒരു പ്രസിഡന്റിനോ ഒരു മന്ത്രിക്കോ അവരുടെ ആ ചുറ്റുപാടിൽ മാത്രം അധികാരമുള്ളപ്പോൾ, ഹല്ലേലൂയ, സകലത്തിന്റെ സൃഷ്ടിതാവ്. അവൻ എവിടാണെന്നറിയാമോ? സ്വർഗത്തിലല്ല, നിന്റെ ഭവനത്തിലുണ്ട്. He is here in this festival, home. ഈ ഫീസ്റ്റിനകത്ത് അവനുണ്ട്. അതാ അവൾ പറഞ്ഞത്. അവൻ ഞാൻ പറയാണ്ട് ഈ സെർവൻസിന്റെ വിശ്വാസമെന്ന്. സെർവൻസ് വിശ്വസിയവൻ കാണുന്നത് അറിയാമോ? ഇവള് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതുപോലെ ചെയ്തുകൊണ്ടാ. സുവിശേഷം പറയുമ്പോൾ നാം പറയേണ്ടതുപോലെ പറയേണ്ടവനെ പ്രസന്റ് ചെയ്യണം. ആദ്യം ചെയ്ത് നമ്മുടെ കഴിവ് നാം ആരാന്നൊന്നും പ്രസന്റ് ചെയ്യേണ്ട, അവനെ പ്രസന്റ് ചെയ്താൽ മതി. ഞാൻ മുമ്പ് ഒരു പോയിന്റ് പറഞ്ഞ മുമ്പോട്ട് വരാം. ഇവന്റെ നാഴിക വന്നിട്ടില്ലെന്നവൻ പറഞ്ഞിട്ടും അവനവിടെ ചെയ്തെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് സ്വർഗത്തിന്റെ പ്ലാൻ ചേഞ്ച് ചെയ്ത. അല്ലെങ്കിൽ കർത്താവ് കള്ളം പറഞ്ഞു, എന്റെ നാഴിക വന്നിട്ടുള്ളത് പിന്നെ ചെയ്തെന്തിനാ? സ്വർഗത്തിന്റെ പ്ലാൻ ചേഞ്ച് ചെയ്തു. സംഭവം ഉണ്ടോ ബൈബിളില്?
എന്തുമെല്ലാം ഉണ്ട്. എന്താ കാര്യം? ഒരു ഭവനത്തിന്റെ നിന്ന. ഒരു ഭവനത്തിന്റെ നിന്ന. ഇസ്രായേൽ മക്കള് അല്ലെ, യഹൂദന്റെ വിവാഹമൊക്കെ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ആണെങ്കിൽ RSVP ഉണ്ട്. ഇപ്പം പണ്ട് ഞങ്ങളുടെയൊക്കെ കല്യാണം നടത്തിയപ്പോൾ RSVP ഒന്നുമില്ല. എത്ര പേര് വരുന്ന ഒരു പിടിയുമില്ല, കുറെ അങ്ങ് വെക്കും. ഒരു കാള, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പിന്നെ വിളിച്ചതിനേക്കാൾ കൂടുതൽ ആൾ വന്നാൽ അത് സാമ്പാറിലും മോരിലും അറിയാം. ഇതില്ലേ, ശരിയില്ലയോ? വിളിച്ചതിനേക്കാൾ കൂടുതൽ ആൾ വന്നാൽ ആരാ അനുഭവിക്കുന്നത്? സാമ്പാറും മോരും കൂടുതൽ വെള്ളം ഒഴിക്കും. ഇന്നങ്ങനല്ല. RSVP ഇല്ലാതെ ഒരാൾ ചെന്നാൽ സീറ്റില്ല. അന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ കണക്കിലേറെ വെച്ച് കാണും, പക്ഷെ കണക്കിലേറെ ആൾക്കാരും വന്ന് കാണാൻ സാധ്യതയില്ല. അങ്ങനെയൊക്കെ വിശ്വസിക്കാം. ഞാൻ ഓർക്കുന്നുണ്ട്, ഗ്ലാഡ്സിയുടെ വിവാഹ സമയത്ത് ഇവിടെ വെച്ചാണ് നടന്നത്. പലരുണ്ട്, അന്ന് അറ്റൻഡ് ചെയ്ത് പലരും ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്ക് മനസ്സിലാക്കുന്നത്? എനിക്ക് അങ്ങ് വലിയ പ്രയാസം. കാരണം ആ ഉദ്ദേശിച്ച കൂടുതൽ ഇച്ചിരി സമയം മുൻപോട്ട് പോയപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലങ്ങ് പ്രയാസമായി. എന്തൊരു കളിയാണ്. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് പല വിഷയം ഉള്ളത് കൊണ്ട് മുമ്പോട്ടങ്ങ് പോയി. അവിടുന്ന് അവർ വരാൻ, ഇവിടുന്ന് ഇവർ വരാൻ, ഇവിടുന്ന് അപ്പോഴത്തേക്ക് പിതാവായ എൻ്റെ മനസ്സിന് ഭാരമുണ്ടായെങ്കിൽ ആ വീടോ നിങ്ങൾ അങ്ങോട്ടേക്ക് ഒന്ന് പോകണം. ബന്ധപ്പെട്ട് അങ്ങോട്ടൊന്ന് പോകണം. ചില കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോകുമ്പോൾ ഉള്ള ഭാരം അറിയാം. നാം ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ വരാതിരിക്കുമ്പോൾ ഭാരം അറിയാമോ? പല കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചു വെക്കുമ്പോൾ അതിന് വിപരീതമായ ഭവനത്തിൽ വിഷയം വരുമ്പോൾ ഭാരം അറിയാമോ? അറിയുന്നവൻ വീട്ടിലുണ്ട്. He changed the heavenly plan. സ്വർഗത്തിന്റെ പ്ലാൻ അനുസരിച്ച് ആ വീട്ടിൽ ഒരു വിഷയം ഉണ്ടാകണമെന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞത് വിട്ടിട്ടല്ലേ പറയുന്നത്, 3-ാം നാൾ ഗലീല, അതല്ല, അത് വിട്ടിട്ടല്ലേ പറയുന്നത്. പക്ഷെ ഇവിടുത്തെ പോയിന്റ് ഞാൻ പറയുന്നത്. തെളിവ്, അവൻ ഉയരത്തിലേക്ക് കയറി താഴെ ഇറങ്ങി ഭക്തന്മാരെ വിളിച്ചിട്ട് ഉയരത്തിലേക്ക് പോയിരുന്നു. ഇതാ സ്വർഗത്തിന്റെ പ്ലാൻ. അങ്ങല്ലയോ? ക്രൂശിൽ 3 ദിവസം ആ ശരീരം കിടന്നെങ്കിലും ആത്മാവ് എവിടായിരുന്നു? കയറിയത് കൊണ്ട് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? യാഗം കഴിച്ച് നിങ്ങൾ ചേർന്ന്, ഞാൻ ഇതൊക്കെ പോകുന്നതുകൊണ്ട് നിങ്ങൾ മൗനമായിരിക്കരുത്. യാഗം കഴിച്ച് അവനോട് നിയമിച്ച വിശുദ്ധന്മാരുടെ ആത്മാക്കൾ രക്ഷിക്കുവാൻ ഇറങ്ങിയിട്ട് ആത്മാക്കളെ കൊണ്ട് പിതാവിന്റെ മുൻപിൽ കൊണ്ടുപോകാൻ വേണ്ടി ഇരിക്കുക. സ്വർഗത്തിന്റെ പ്ലാൻ. ആ പ്ലാൻ ദൈവം ചേഞ്ച് ചെയ്തു. എന്താ കാരണം? കരയുന്ന ഒരു മറിയ. ഒരു സ്വതന്ത്രം പറയാമോ? അവൾ കരയുന്നു. പത്രോസും യോഹന്നാനും യാക്കോബും മറ്റു ശിഷ്യന്മാരൊക്കെ വന്നു നോക്കി, ശവക്കല്ലറ തുറന്നു കിടക്കുന്നു, യേശുവില്ല, പോയി. എന്നാൽ മറിയ, ഹിന്ദിയിലെ പരന്തു മറിയം, എന്നാൽ മറിയ കരഞ്ഞുകൊണ്ട് നിന്നു. ഒരു സത്യം പറയാമോ? ആർക്ക് വേണ്ടി ആ സ്വർഗത്തിന്റെ പ്ലാൻ ചേഞ്ച് ചെയ്ത്? കരയുന്നവൾക്ക് വേണ്ടി.
അവനിവിടെയുണ്ട്, ഇന്ന് പകൽ അവനിവിടെയുണ്ട്. തോട്ടത്തിലുണ്ടെന്ന്, തോട്ടത്തിൽ. തോട്ടമല്ലേ സഭ? യോഹന്നാൻ 2 ഭവനത്തിൽ, യോഹന്നാൻ 20 തോട്ടത്തിൽ. തോട്ടത്തിലുണ്ട് അവൻ. 20 തോട്ടത്തിലുണ്ട്. അവൾ കരയുന്നതിനിടയിൽ കുനിഞ്ഞു നോക്കി എന്നായിരിക്കുന്നത്. അവളുടെ കരച്ചിൽ കണ്ട് സ്വർഗത്തിലെ പ്ലാൻ ചേഞ്ച് ചെയ്തുവെങ്കിൽ എന്റെയും നിന്റെയും ഹൃദയത്തിന് വേദന കണ്ട് നിനക്ക് കൊണ്ട് പ്രവർത്തിപ്പാൻ അവൻ വരത്തില്ലേ? തെളിവ്, എന്നെ തുടരുത്. ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച വിഷയമാ, മറിയോട്, സ്ത്രീയെ നീ കരയുന്നതെന്ത്? ആരെ അന്വേഷിക്കുന്നു? നീ അന്വേഷിക്കുന്നവൻ തോട്ടത്തിലുണ്ടെന്നേ. നീ അന്വേഷിക്കുക എവിടെയാ? ആ തോട്ടത്തിലുണ്ട്. അവനാരാ? അധികാരമുള്ളവനാ. ഒരു നല്ല സ്വതന്ത്രം പറയാമോ? നിന്റെ വിഷയത്തിൽ ഡീൽ ചെയ്യുവാൻ, നിന്റെ കണ്ണുനീർ കണ്ടിട്ട് വിട്ടുപോകുന്നവനല്ലവൻ. ആശ്വാസം പറഞ്ഞ് സാരമില്ല പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് പോകുന്നവനല്ല, അത് ഡീൽ ചെയ്യാൻ അധികാരമുള്ളവനാ. സ്ത്രീയെ നീ കരയുന്നത്, നീ ആരെ തിരയുന്നു? മറുപടി, നീ അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ ആരെയാ? അവളുടെ ഹൃദയത്തിലെ താല്പര്യം അറിഞ്ഞ് അവൾക്ക് വേണ്ടി സ്വർഗത്തിൽ പ്ലാൻ ചേഞ്ച് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ദൈവങ്ങളെ, നാം കേവലം ഒരു പെന്തക്കോസ്തുകാരനായി അവനെ പിൻപറ്റാതെ അവനെ അറിയേണ്ടതുപോലെ അറിയുവാൻ ഇന്ന് രാവിലെ ഏൽപ്പിച്ചു കൊടുക്കാമോ? Praise the Lord. എന്നെ തുടരുത്. ഞാൻ പിതാവിന്റെ അടുക്കൽ പോയിട്ടില്ല. കാരണം അതായിരുന്നു പ്ലാൻ. ഞാൻ നിനക്ക് വേണ്ടി പ്ലാൻ ചേഞ്ച് ചെയ്തതാ. ഇന്ന് പകൽ ചിന്തിക്ക. മനുഷ്യൻ നമ്മെ നോക്കി കണക്ക് കൂട്ടുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി പ്ലാൻ ചേഞ്ച് ചെയ്തവനാ. ആ ഭവനത്തിന്റെ നിന്ന മാറ്റുവാൻ സ്വർഗത്തിലെ ദൈവം പ്ലാൻ ചേഞ്ച് ചെയ്തെങ്കിൽ ഇന്ന് പകൽക്കാലം അധികാരമുള്ളവൻ ഭവനത്തിലുണ്ട്. നിന്റെ അവസ്ഥയ്ക്ക് മാറ്റുവാൻ അവന് കഴിയും. Praise the Lord. ഞാൻ വാക്കുകൾ ചുരുക്കട്ടെ. സെർവൻസ് എന്തുവാ വിശ്വസിച്ച് ഈ വെള്ളം ഏതാണ്ടാകാൻ പോകുന്നവർ ആർക്കറിയത്തില്ല. പക്ഷെ ഒന്നറിയാം, ഇവൻ അധികാരമുള്ളവനാ. നമുക്കതറിയാമോ? വിശ്വാസമുണ്ട്, ശരിയാ. പക്ഷെ എന്തുവാ വിശ്വസിക്കുന്നത്? ആരെയാ വിശ്വസിക്കുന്നത്? ഇവൻ അധികാരമുള്ളവനാ. ആര് പറഞ്ഞു? അമ്മ പറഞ്ഞെന്നേ. നമ്മെ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ നമുക്ക് ലഭിച്ച വചനത്തിനകത്ത് ഇതെല്ലാം ഇല്ലായിരുന്നോ? നസ്രയത്തിലെ തച്ചന്റെ മകനെന്ന് ലോകം കളിയാക്കി വിളിച്ചവൻ എന്റെ ജീവിതത്തെ തോത് വെച്ച് പണിയുവാൻ കഴിവുള്ളവനാണെന്നല്ലയോ കേട്ടത്? പാപത്തിന്റെ കുഴിയിൽ നിന്ന് എന്നെ വിടുവിച്ച വചനമല്ലേ? സ്തോത്രം. സാക്ഷാൽ ദൈവവചനമായിരിക്കുന്നവൻ. ഹല്ലേലൂയ. അവനാ. അതുകൊണ്ട് ഈ വെള്ളം എന്ത് ചെയ്യും? എന്തിനാ ഈ വെള്ളം കോരാൻ പറഞ്ഞത്? ഇതൊന്നും അവർക്കറിയത്തില്ല. അധികാരമുള്ളവൻ പറഞ്ഞാൽ നടക്കുമെന്ന് അവർക്ക് വിശ്വാസമുണ്ട്. ഇന്ന് പകൽ നമുക്ക് വിശ്വാസമുണ്ടോ? അടുത്തത് 72 ലിറ്ററോളം വരും 3 പറ. കൽപ്പാത്രം വെള്ളത്തിന്റെ കാര്യമാണ്. വെള്ളം നിറച്ചു. നിറയ്ക്കാൻ പറഞ്ഞു. ഇതുവരെ എന്തിനാ ഉപയോഗിച്ചെന്നറിയാമോ? കാലുകൾ. യഹൂദന്റെ പാരമ്പര്യമാത്. ആലയത്തിലേക്ക് വന്ന് എന്ത് ചെയ്യണം? പാരമ്പര്യത്തെ മാറ്റുവാൻ ദൈവം ആഗ്രഹിച്ചു. നമ്മളൊക്കെ പാരമ്പര്യത്തിൽ കിടന്നവരാ.
വിശുദ്ധിക്ക് വേണ്ടിയും വേർപാടിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് നമ്മൾ എന്തെല്ലാം കോപ്രായങ്ങൾ ചെയ്തു. മനസ്സിലായില്ല? എന്തുമെല്ലാം ചെയ്തു. ദുഃഖവെള്ളിയാഴ്ച വരുമ്പോൾ മുട്ടയെ കിടന്ന് വരിയുന്ന കണ്ടുണ്ട്. വേറൊന്നുമല്ല, അവരുടെ ആ ഉള്ളിൻ്റെ അതേ ഉള്ളു. ഞാൻ അവരെ കുറ്റം പറയുമല്ലോ, അങ്ങനെ പഠിപ്പിച്ചത്. അതുകൊണ്ടാ അവരെ കുറ്റം പറയരുത്. പാരമ്പര്യം അങ്ങനെയാ പഠിപ്പിച്ചത്. പക്ഷെ രൂപാന്തരം വരുത്തുവാൻ കഴിവുള്ളവൻ ആലയത്തിലുണ്ട്. അവന്റെ കണ്ണിൻ്റെ ഒരു ദൃഷ്ടി മതി വെള്ളം വീഞ്ഞാകാൻ. സ്വതന്ത്രം നോക്കണം, പാരമ്പര്യത്തിൽ കിടന്ന പാത്രം ഇപ്പോൾ വീഞ്ഞു വഹിക്കുന്ന പാത്രമായി മാറി. ഒരു നല്ല സ്വതന്ത്രം പറയാമോ? നമ്മളിൽ പറ്റിയ കാര്യമാണ് ഞാനീ പറയുന്നത്. ഏത് മതമായാലും പാരമ്പര്യത്തിലാണ്. അത് ഹിന്ദു ആയാലും അത് ക്രിസ്ത്യാനി ആയാലും. എന്താ വ്യത്യാസം? ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും ബാക്കി പറയാമോ? പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തി. ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ പ്രസംഗിച്ച് പറയും, മതം മനുഷ്യനിർമ്മിതമാണ്. മതങ്ങളിൽ ദൈവമില്ല. ഞാൻ ക്രിസ്തു മതക്കാരനല്ലെന്ന് ഞാൻ വിളിച്ചു പറയും. പിന്നെ ഞാൻ മതം മാറ്റുന്നത്? ഞാനൊരു മതക്കാരനല്ലല്ലോ, പിന്നെ ഞാനെങ്ങനെ ഈ മതം മാറ്റുന്നത്? എന്നെക്കുറിച്ചൊരു കംപ്ലൈന്റ്, മതം മാറ്റുന്നല്ലേ? ഞാൻ മതക്കാരനല്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. പുറമേ ഉള്ള പാത്രത്തിന് യാതൊരു വ്യത്യാസവുമില്ല, അകത്തുള്ള വെള്ളത്തിന് പരിവർത്തനം ഉണ്ടായി. ഇതാ നടക്കുന്നത്, അല്ലയോ? പുറമേ മാറ്റുമൻ തന്നെയാ. യേശു രക്ഷിതായ സ്വീകരിച്ചോടനെ എന്റെ കണ്ണ് പുറകോട്ടൊന്നും പോയില്ല. പാത്രം അത് തന്നെ, പക്ഷെ ഉള്ളിൽ രൂപാന്തരം വന്നു. രൂപാന്തരം വന്നവർ ദൈവത്തെ ശ്രദ്ധിക്കാമോ? ഈ ഉള്ളിൽ അവിടെ യേശുവിന്റെ മഹത്വം വെളിപ്പെടുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെയെങ്കിൽ രൂപാന്തരം വന്നവരുടെ ഇടയിൽ ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തും. വിശ്വസിക്കുന്നോ? ഞാൻ ഈ ദിവസങ്ങളെല്ലാം ഇതുപോലെയുള്ള മെസ്സേജ് ഞാൻ പറഞ്ഞു പോയാറ്. ഈ ദിവസങ്ങൾ ദേശത്ത് ദൈവം മഹത്വം വെളിപ്പെടുത്തും. ജയിലറകളിലൊക്കെ ദേവദാസന്മാർ കിടക്കട്ടെ, അവർക്ക് കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് നമ്മുടെ ഉത്തരവാദിത്വം. പക്ഷേ അതിനോട് ചേർന്ന് ഒന്നുകൂടെ പറഞ്ഞ കർത്താവേ, അവർക്ക് ബെയിൽ കിട്ടുമോ ഇല്ലയോ അതല്ല വിഷയം. ജയിലിലെ ഉള്ളിൽ ദൈവം തന്നെ മഹത്വം വെളിപ്പെടുത്തണം. നടക്കുമോ? അവൻ ഉണ്ടെങ്കിൽ നടക്കും. കാരണം അധികാരസ്ഥന്മാരാണ് അവരെ അകത്താക്കിയെങ്കിൽ അധികാരമുള്ളവൻ അവിടെയുമുണ്ട്. വാക്കുകൾ ചേർക്കാം. 11 വായിച്ചേ. അടുത്തത്. അയ്യോ, ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു, ഇപ്പോൾ അവനിൽ വിശ്വസിച്ചു. ഇല്ലയോ? 1-ാം അധ്യായത്തിൽ ഇതാ ലോകത്തിന്റെ അവനെ വിശ്വസിച്ചു. യോഹന്നാൻ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു. ഇവൻ മറ്റേ വേറെ ആരുമല്ല, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അവനെ വിശ്വസിച്ചു. പക്ഷേ മുൻപോട്ട് പോയപ്പോൾ അവർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ വിശ്വാസത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുവാൻ ദൈവം ചെയ്യുന്ന മുഖാന്തരം സ്വന്തം ചെയ്യാം. സ്വന്തം പറയാമോ? അതാ പൗലോസ് പറയുന്നത്. മോനെ വന്നിട്ടേ, അതാ പൗലോസ് പറയുന്നത് 3:8. ഏതാ 3:8? നിങ്ങൾ എടുക്കണം. Yet indeed I also count all things lost for the excellence of the knowledge of Christ Jesus, my Lord, for whom I have suffered the loss of all things, and count them as rubbish that I may gain Christ. എനിക്ക് അവനെ നേടണം. എന്താ കാര്യം?
അവനുണ്ടെങ്കിൽ ദൈവനാമം അവൻ്റെ നാമം മുഖത്ത് കൊടുക്കത്തുള്ളൂ. അവനെ നേടണം. ഐ വാണ്ട് ടു ഗെയിൻ. ഒന്ന്, അവനെ നേടണ്ട. ആൻഡ് ബി ഫൗണ്ട് ഇൻ ഹിം. അവനിലിരിക്കണം. പൗലോസേ, ദമസ്കോസിന്റെ പടിവാതിക്കൽ നീ അവനെ അറിഞ്ഞില്ലേ? ഞാൻ അവനെ അറിഞ്ഞു. അനന്യാസ് വന്ന് നിന്നോട് സ്നാനത്തിന്റെ ഉപദേശം പറഞ്ഞപ്പോൾ നീ അവനോട് ചേർന്നതല്ലേ? ഞാൻ സ്നാനത്തെ ചേർന്നതാ. ഇപ്പോഴെനിക്ക് നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് അവനെ നേടണം. ദൈവമക്കൾ സ്വതന്ത്രമൊക്കെ പറയണേ. 2, അവനിലിരിക്കണം. 3, ഐ മേ നോ ഹിം. അവനെ അറിയണം. 1, അവനെ നേടണം. 2, ഇതിനു വേണ്ടി ദൈവം ഓരോ കാര്യം ചെയ്യുന്നത്. ഒരു സ്വതന്ത്രം പറയാമോ? കഴിഞ്ഞ കാലങ്ങളിൽ ഏതെങ്കിലും അത്ഭുതം നിന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനു വേണ്ടി ചെയ്തത് അല്ല. നിന്റെ പേര് വലുതാകാൻ വേണ്ടിയോ വലിയ കാര്യം പറയാൻ വേണ്ടിയോ അല്ല. എന്തെങ്കിലും ദൈവം ചെറുതോ വലുതോ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അവനെ നേടാൻ വേണ്ടിയോ ചെയ്തത്. ദൈവസഭയിൽ ദേശത്ത് ദൈവം ഒരു കാര്യം ചെയ്യുന്നുവെങ്കിൽ അവൻ ചെയ്യുന്ന ജനം അവനെ നേടണം. 2, അവനിലിരിക്കണം. 3, അവനെ അറിയണം. And the power of his resurrection and the fellowship of his suffering being confounded by his death. നമുക്കൊന്ന് എഴുന്നേൽക്കാം പ്രാർത്ഥനയ്ക്ക് വേണ്ടി. ഇന്ന് പകൽ ഈ ദൂത് ഏറ്റെടുത്ത് പോകുന്ന ആരെങ്കിലും ഉണ്ടോ? ഒന്നാമത്തെ കാര്യം, എല്ലാവരും ധ്യാനിച്ച് അല്പം നിന്നാട്ടെ. ഞാൻ പാട്ടുപാടി സമയം എടുക്കുന്നില്ല. എന്നാൽ വചനത്തിന് മുമ്പിൽ ഒന്ന് ആരാധിക്കണം. പാട്ടുപാടുമ്പോൾ മാത്രമേ ഉള്ളൂ ആരാധന. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, നിന്നോടൊരു കാര്യം ദൈവം പറഞ്ഞാൽ അത് അയൽവക്കത്തോ അടുത്ത രാജ്യത്തോ അല്ല, നിന്റെ ഭവനത്തിൽ അത് വെളിപ്പെടുന്ന ദൈവമാണ്. ഗലീലയിലെ കാനായിൽ നീ കാണേണ്ടതിനെ കാണിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഓ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ചില ജീവിതങ്ങളോട് ദൂതായിട്ട് പറയട്ടെ, നിന്റെ ഭവനത്തിൽ അവന്റെ നാമം മഹത്വമെടുക്കത്തക്ക വേണം ദൈവം പ്രവർത്തിക്കും. അവനെ അറിയുന്നവൻ അവനിൽ ആകുവാൻ വിശ്വസിപ്പാനിടയാകും. Hallelujah, 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 hallelujah. യേശുവിന്റെ മഹത്വം, യേശുവിന്റെ മഹത്വം. അവനെ അറിയുന്ന ചിലർ അവനിൽ വിശ്വസിപ്പാൻ ഇടവരാൻ പോകുക. Thank you, Lord. 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 യേശുവിന്റെ മഹത്വം, യേശുവിന്റെ മഹത്വം. എന്താ കാര്യമെന്നറിയാമോ? അധികാരമുള്ളവൻ ഭവനത്തിലുണ്ട്. അധികാരമുള്ള